പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ എം എൽ എ ആകുന്നതിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവജന പ്രസ്ഥാനത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നതിനൊക്കെ വേണ്ടി ആ സമയത്ത് ലഭിച്ച പരാതികൾ, എഴുതി കിട്ടിയ പരാതികൾ, കേട്ടറിഞ്ഞ പരാതികൾ, കണ്ടറിഞ്ഞ പരാതികൾ, ഇതിനെയൊക്കെ മറച്ചു വെച്ച ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന് വേണോ വേണ്ടയോ എന്ന് 140 കൊല്ലത്തിന്റെ പാരമ്പര്യം പേറുന്ന കോൺഗ്രസിനെ കൊണ്ട്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനെ കൊണ്ട് ഈ കേരളത്തിൽ CPM ഉത്തരം പറയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ രണ്ട് പദവികളും പാലക്കാടിന്റെ MLA എന്നുള്ള പദവിയിൽ ഇരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ പറവൂരിന്റെ MLA എന്ന് പറഞ്ഞിരിക്കുന്ന വെരി ഡീസന്റ് സതീശൻ, അല്ലേ? അങ്ങനെയല്ലേ? VD സതീശൻ, വെരി ഡീസന്റ് സതീശൻ, വൾഗർ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് സതീശൻ, അതാണ് VD. വഷളനും ആഭാസനും ഓക്കാനിക്കാൻ തോന്നുന്ന വിധത്തിൽ മാത്രം രാഷ്ട്രീയം പറയാനും പെരുമാറാനും അറിയുന്ന വൾഗർ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് സതീശനെ കൊണ്ട്, പാലക്കാടിന്റെ MLA കൊണ്ട് എഴുതി നൽകിയ ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യിക്കാതെ തന്നെ മാനാഭിമാനം നഷ്ടപ്പെട്ട യുവതികൾ പറയുന്ന യഥാർത്ഥ കഥകൾ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയാക്കിക്കൊണ്ട് ആ പെൺകുട്ടികളെ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന അപകീർത്തികരമായ കാര്യങ്ങളിലേക്ക് ഇനിയൊക്കെ നേരിടേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി ഇവിടെ സ്വാഗത പ്രസംഗകൻ നിങ്ങളുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞു. എന്റെ സ്ഥലത്തു നിന്നുള്ള ഒരു MP തന്നെയാണ് ഇന്ന് രാവിലെ മോർണിംഗ് വാക്കിന്റെ ഇടയിൽ ആഭാസത്തരമൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നു, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ പെൺകുട്ടികളെല്ലാം അവരുടെ ദുഃഖകരമായ സത്യങ്ങൾ വിളിച്ചു പറയും, അവസ്ഥകൾ വിളിച്ചു പറയും. അത് ആവർത്തിച്ച് പറയപ്പെടും. കാരണം അടുത്ത 6 മാസത്തേക്ക് അത്രമാത്രം ചീഞ്ഞളിഞ്ഞ കഥകൾ പറയാൻ ഇവിടെ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടായ പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അമ്മമാരുണ്ട്, അമ്മൂമ്മമാരുണ്ടോ എനിക്കറിയില്ല. അതെനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനത് പറയാൻ ആളല്ല. ഇതൊരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിലേക്കും കൂടി വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. ഇവർ നമ്മളോട് നാഴിക്ക് 40 വട്ടം ചോദിക്കുന്ന, എഴുതി തന്ന ഒരു പരാതിയുണ്ടോ, പോലീസിൽ പരാതിയുണ്ടോ, പാർട്ടിക്കകത്ത് തന്നെ പരാതി കിട്ടിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇതൊരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങ് തണുക്കും. അങ്ങനെ ആകുമ്പോഴേക്കും ബീഹാറിൽ പോയ മറ്റേ പുള്ളിക്ക് ഇങ്ങോട്ട് വേഗം വരാം. ആരാ ബീഹാറിൽ പോയി ഒളിച്ചു താമസിക്കുന്നത് അറിയോ? ഇന്നലെ വരെ പാർലമെന്റ് നടന്നിരുന്നു എന്നുള്ളത് കൊണ്ട് 21-ാം തീയതി വരെ ഡൽഹിയിലെ പാർലമെന്റിലായിരുന്നു ഒളിച്ചു താമസിച്ചിരുന്നത്. ഇന്ന് നേരെ പോയിരിക്കുന്നത് ബീഹാറിലേക്കാണ്. പറച്ചിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കാനാണെന്നാണ്. കൂടെ നടക്കുന്നവരുടെ ഗുണവധികാരമൊക്കെ രാഹുൽ ഗാന്ധി അറിഞ്ഞ പൊക്കോണന്റെ മുമ്പിൽ നിന്ന് പറയുന്ന പാലക്കാടിന്റെ മുൻ MLA-യും വടകരയുടെ അഭിശപ്ത MP-യുമായ, അങ്ങനെ തന്നെ വേണം പറയാൻ, വെറുക്കപ്പെട്ട ഒരു പക്ഷേ ആളുകളെ ഇപ്പോഴും കണ്ണിൽ പൊടിയിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിൽ ആളായിക്കൊണ്ടിരിക്കുന്ന ആ മാന്യദേഹമായിട്ടുള്ള ഷാഫി പറമ്പിലും ഇവർ രണ്ടുപേരും ആവർത്തിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കൊക്കെ ഉത്തരം പറയേണ്ടുന്ന വിധത്തിൽ പേരുകളായും നടന്ന സംഭവങ്ങളായും വസ്തുതകളായും മറനീക്കി പുറത്തു വരാൻ പോകുന്ന സംഭവ പരമ്പരകൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ചരിത്രത്തിൽ ആദ്യമായി, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, കോൺഗ്രസിന്റെ 140 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തെ തന്നെയാണ് നമ്മൾ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിലെടുക്കുന്നത്. ആ രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ കഥകൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് തരാനുള്ളത് എന്നാണ്. അതിന് ഉത്തരം പറയിപ്പിക്കുന്നത് വരെ കേരളത്തിന്റെ തെരുവുകളിൽ സമരങ്ങളായും ഈ കഥകൾ ഓരോന്നായി പത്രമാധ്യമങ്ങൾക്ക് മുന്നിലും ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിലും ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 6 മാസം കഴിഞ്ഞാലും തീരില്ല. സാധാരണ നമ്മൾ ഓരോ സീസൺ എന്നാണ് പറയുക, അല്ലേ? ഇപ്പോ റിയാലിറ്റി ഷോകളുടെ സീസണാണ്, ബിഗ് ബോസിന്റെ സീസണാണ്. അപ്പൊ അതിനൊക്കെ ഒരു 3-4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമാണ് വീണ്ടും 3-4 മാസം. IPL നടക്കുമ്പോൾ അങ്ങനെയാണ്, ISL ഫുട്ബോൾ നടക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ വർഷം മുഴുവനും പറഞ്ഞാലും തീരാത്തത്ര കഥകളുള്ള കോൺഗ്രസിന് ഈ സീസൺ, ഈ പറയുന്ന അനാശാസ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നവരെയും അതിന് പ്രേരകമായി നിന്നവരെയും അത് ഒരു ജീവിതോപാസന പോലെ കൊണ്ടു നടന്നവരെയും
ആ കഥകളെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വെക്കുന്നതിന് ഈ സീസൺ എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയും ഉണ്ടാകുന്ന തരത്തിൽ തന്നെ നിൽക്കും എന്നുള്ളത് വി ഡി സതീശൻ അറിയാം, ഷാഫി പറമ്പിലിന് അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനും അറിയാം.